നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാകും. നമ്മൾ കമ്പൈൻഡ് ഓറൽ കോൺട്രസെപ്റ്റീവ് ആണ് ഏറ്റവും കൂടുതലായിട്ട് ഇതിന് ക്യാൻസർ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുള്ളത്. കമ്പൈൻഡ് ഓക്കെ. ഈസ്ട്രോജനും പ്രൊജസ്ട്രോണും കൂടെ ഉള്ള ഈസ്ട്രോജൻ ഇപ്പോഴും അധികം മാറ്റം വന്നിട്ടില്ല. ഇപ്പം പ്രൊജസ്ട്രോൺ പക്ഷേ ന്യൂവർ ജനറേഷൻസ് ഇതുണ്ടാക്കുന്ന കുറവാണെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ന്യൂവർ ജനറേഷൻ പില്ലിന് കുറച്ച് കുറവാണ്. എന്നാലും നമ്മൾ ഏറ്റവും മിനിമം കാലം അത് ഉപയോഗിക്കത്തക്ക രീതിയിൽ നമ്മളത് അങ്ങനെ അങ്ങനെ വേണ്ടിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്യാവൂ. ഏറ്റവും കുറഞ്ഞ കാലയളവിൽ ഇത് ഉപയോഗിക്കുക. ഈവൻ ന്യൂവർ ജനറേഷൻ ആണെങ്കിൽ നമ്മൾ കുറഞ്ഞ കാലയളവിൽ ഉപയോഗിച്ചാൽ മതി. നമ്മൾ വേറെ മെത്തേഡുകൾ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നെങ്കിൽ ഫാമിലി ഹിസ്റ്ററി ഉള്ളവർക്ക് വേറെ മെത്തേഡുകളൊക്കെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ തന്നെ നമ്മൾ ഏറ്റവും കുറഞ്ഞ പീരീഡിൽ ഇതിനൊക്കെ ഒരു ചെറിയ റിസ്ക്, പിന്നെ ആർക്കാണ് ഇതിൻ്റെ സെൻസിറ്റിവിറ്റി കൂടുതലൊന്നും പറയാൻ നമുക്കറിയത്തില്ലല്ലോ. പറ്റില്ല. അപ്പം ഏറ്റവും ചെറിയ കാലയളവിൽ അത് ഉപയോഗിക്കുക. ഈവൻ ഈ ഇൻഡക്ഷൻ ഓഫ് ഇതൊക്കെ ഉണ്ടല്ലോ ഫെർട്ടിലിറ്റി ഉള്ളവർക്ക്, ആ. അതൊക്കെ തന്നെ ഒരുപാട് നമ്മൾ ചെയ്യരുത്. ഒരുപാട് പ്രാവശ്യം സൈക്കിൾസ് ചെയ്യാതിരിക്കുകയായിരിക്കും നല്ലത്. ഓ. പിന്നീട് ഈ ഹോർമോൺ റിപ്ലേസ്മെന്റ് തെറപ്പി ഉണ്ടല്ലോ, ഈ ആർത്തവവിരാമത്തിൽ അതെ. ആ. ഉണ്ടാക്കുന്നത്. നമ്മളെ സിംറ്റംസ് യാ. കുറയ്ക്കാനായിട്ട് പുകച്ചിൽ എന്നൊക്കെ അതെ. ആൾക്കാർക്ക് ഓരോരുത്തർക്കും വിയർപ്പ് പുകച്ചിൽ എന്നൊക്കെ ഓരോരോ. ഒത്തിരി പേര് അതെ. എടുക്കുന്നവരുണ്ടല്ലോ. അപ്പം അങ്ങനെയുള്ളവർ ഇത് അവരാണേലും കുറഞ്ഞ കാലയളവിൽ ഉപയോഗിക്കണം. ഈസ്ട്രജൻ എലോൺ പില്ല്, ലോ ഡോസ് ആയിട്ടുള്ള ഈസ്ട്രജൻ പില്ല് മാത്രമേ യൂസ് ചെയ്യാവൂ. എപ്പോഴും ഈ ടാബ്ലറ്റ് ആണെങ്കിലും അമിതമാവുമ്പോൾ അത് അത് വളരെ നമ്മളത് വളരെ നെഗറ്റീവായിട്ട് വരാം. കോഷ്യസ് ആയിട്ട് അതൊക്കെ യൂസ് ചെയ്യാവൂ.